പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തൃശൂർ പൂരത്തിന്റെ ചരിത്രം പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പൂരനഗരിയിൽ നിന്നും രഞ്ജിരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ പൂരത്തിന് 100-200 വർഷത്തെ ചരിത്രമുണ്ട്. അതൊരുവിധം എല്ലാവർക്കും അറിയാം. അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് AI രൂപത്തിൽ ഇറങ്ങിയൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ വീഡിയോയുടെ പിന്നിലുള്ള ആൾക്കാരെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ രാമവർമ്മ തമ്പുരാനെ വേറൊരു പേര് കൂടിയുണ്ട്, ശക്തൻ തമ്പുരാൻ. തൃശൂർ പൂരത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ, ഒരു AI വീഡിയോ, അത് ചെയ്യാൻ ഇത് ചെയ്യണം എന്ന് തോന്നിയ ഒരു കാരണം? നമ്മള് എന്താ പറയാ, ഞങ്ങൾ എല്ലാവരും തൃശ്ശൂർക്കാരാണ്. പൂരം വികാരം തന്നെയാണ് ശരിക്കും. അപ്പൊ അതിലെന്ത് യൂണീക്കായിട്ട് ചെയ്യാന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഇപ്പൊ AIയുടെ ഒരു ടൈമും കൂടിയാണല്ലോ, അപ്പൊ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ വന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള കനവ് കഥ എന്ന് പറയുന്ന ഒരു ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അതെ, നല്ല വൈറലായി മാറിയിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം. അപ്പം ഇതിന്റെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം 4 ലക്ഷത്തോളം വ്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ ഫേസ്ബുക്കിലും പിന്നെ മിനിസ്റ്റർ ബിന്ദു മിസ് ഒക്കെ നല്ല രീതിയിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആളുകളിലേക്ക് നല്ല രീതിയിൽ കിട്ടും തന്നെയാണ്. അത് നല്ല രീതിയിൽ കണക്ട് ആയിട്ടുണ്ട്. ആ റെസ്പോൺസ് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്, നിങ്ങളെല്ലാം കേരള ടീമാണ്, ഞാനും കേരളമാണ്. അപ്പൊ ഇതിന് മുന്നിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട്? അതെ, ഉറപ്പായിട്ടും. ഞങ്ങള് എന്താ പറയാ, 2016 തൊട്ടിട്ടുള്ള ബാച്ചുകളിലെ സ്റ്റുഡൻസ് ആണ്. അതിലൊരു 3-4 ബാച്ചിലത്തെ ആൾക്കാരെല്ലാവരും ഉണ്ട്. ഞങ്ങള് നമ്മളിപ്പം ഇതില് കേരളമേലെ മിസ്, അതായത് ഞങ്ങളുടെ മിസ്സും കൂടി തരുന്നുണ്ട്. മിസ്സിന്റെ ചോദിക്കാം, മിസ് എങ്ങനെയുണ്ട് ഒരു പൂരം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. ഇനി ഇതിൽ കൂടുതൽ എന്താ പറയുക, നമ്മുടെ സ്റ്റുഡൻസ് തന്നെ വളരെ മാജിക് ലാന്റേണിലെ ഈ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ട് ഇന്നത്തെ ഈ കോണ്ടംപററി ആയിട്ട് AIയിൽ തന്നെ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ മീഡിയം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഈ എൻ്റെ മോളുടെയൊക്കെ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ ഹൃദ്യമാവുന്ന രീതിയിൽ, അത് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. ഇവരുടെ ഇതുപോലത്തെ കോൺട്രിബ്യൂഷൻ നമുക്ക് നമ്മുടെ നാടിന് ഇവരുടെ കയ്യിൽ നിന്ന്, ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഈ പൂര ദിവസം അല്ലെങ്കിൽ ഇവിടെ വടക്കുന്നാഥന്റെ മുന്നിൽ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും. മോളെ, വീഡിയോ കണ്ടിട്ട് എല്ലാരും എന്താ പറഞ്ഞേ? എല്ലാവരും ഫ്രണ്ട്സ് അധികം കണ്ടിട്ടില്ല, പക്ഷെ റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞ് നന്നായിണ്ടെന്ന്. സ്കൂളിലൊക്കെ എന്താ പറഞ്ഞേ? സ്കൂളില് നന്നായിണ്ടെന്ന്. ഇഷ്ടപ്പെട്ടു. ഈ ഒരു വീഡിയോന്റെ മെയിൻ പാർട്ട് അല്ലെങ്കിൽ മെയിൻ പാർട്ടായിട്ടുള്ള സുനിലേട്ടൻ നമ്മളിപ്പോ ഉണ്ട്, ചോദിക്കാം. നമ്മ AI എന്ന് പറയുന്നത് കേട്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അതിൻ്റെ ഒരു വർക്കിംഗ് ഇത് കണ്ടത്, ഇംപ്ലിമെൻറ്റേഷൻ ഇത് കണ്ടത്. പിന്നെ ഞാനാണ് അതിന് വോയിസ് കൊടുത്തത്. അപ്പോൾ ഗൂഗിൾ പറഞ്ഞു തൃശ്ശൂരുള്ള ഫെമിലിയർ ആയിട്ടുള്ളൊരു വോയിസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ എന്തായാലും അത് ഞാൻ ചെയ്യാൻ തന്നെ. സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ കാച്ചിക്കുറുക്കിയിട്ടാണ് ഹിസ്റ്ററി പറയുന്നത്. ഇനിയും തുടർന്ന് ഇതുപോലെ ഇവരുടെ ഭാഗമായിട്ട് ഇനിയും ഇവരെ വളർത്തിയെടുക്കട്ടെ, ഭാവി തലമുറയല്ലേ? അതെ അതെ, ഭാവിയുള്ളവരാണ്. പണ്ടൊക്കെ സിനിമയിൽ വരുന്ന ആളുകൾ അവിടെ പോയി കുറെ കാലം പഠിച്ചിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ വരുന്ന കുട്ടികൾ അധികം നല്ല ഗ്രാഹ്യമുള്ള ആളുകളാണ്. കാരണം സ്കൂളിൽ തന്നെ അതിനുള്ള അവസരങ്ങളുണ്ട്. സ്ക്രിപ്റ്റിനെ പറ്റി പഠിക്കാനും ക്യാമറ പറ്റി പഠിക്കാനും ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എപ്പോഴും ആദ്യത്തെ സിനിമ എടുക്കുമ്പോൾ തന്നെ അവർ നല്ല എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ ആ ഫീൽഡുകളിൽ. അപ്പോൾ വളരെ സന്തോഷം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ടീം. ആറാട്ടുപുഴ പൂരവും തൃശൂർ പൂരവുമെല്ലാം നമ്മൾ ഒരുപോലെ ആഘോഷിക്കുമെങ്കിലും അന്നത്തെ നാടുവാഴികളുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാതെ മാറ്റി നിർത്തപ്പെട്ടവർക്കും തിരിച്ചുവരവുണ്ടെന്ന് തെളിയിച്ച ഒരു ജനതയുടെ കഥയാണ് തൃശൂർ പൂരത്തിന്റെ ചരിത്രം. അപ്പം തൃശൂർ പൂരത്തിന്റെ ചരിത്രം പറഞ്ഞുള്ള AI വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് നമ്മുടെ ഒപ്പം കൂടിയത്. അവർക്ക് ഇനിയും തുടർന്നുള്ള അവരുടെ ഈ ഒരു ജീവിതയാത്രയിൽ മൊത്തം ഈ ഒരു ഇതുപോലെയുള്ള വർക്കുകളും അതുപോലെ തന്നെ ഭാവി തലമുറയിൽ അവരെ കൊണ്ട് ഈ ഒരു സമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തൃശ്ശൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ ഗോകുലിനോടൊപ്പം രഞ്ജിൽ രാജ്, കേരള വിഷൻ ന്യൂസ്.